മൗനരാഗം. രചന, അവതരണം ഋതു. പരിചയമില്ലാത്തവരെ കണ്ടതുകൊണ്ട് അപ്പൂസ് നിർത്താതെ കുരയ്ക്കുന്നുണ്ട്. മുന്നിൽ നിൽക്കുന്നവർ അവളെ ആകെ ഒന്ന് നോക്കി. ഇത് തന്നെയല്ലേടോ തൻ്റെ മോള്? ക്യാപ്പൂരി കയ്യിൽ പിടിച്ച് SI അവളുടെ ശരീരത്തിലൂടെ കണ്ണുകൾ പായിച്ചു. അതെ സാറേ. ഒരു വശത്ത് നീങ്ങി നിന്ന വിജയൻ തലയിൽ ചൊറിഞ്ഞുകൊണ്ട് വിനീത വിധേയനായി മുന്നോട്ട് വന്നു. കൊച്ചാള് കൊള്ളാലോടാ. ശ്രീലക്ഷ്മിയുടെ കഴുത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന വേർപ്പു തുള്ളികളെ നോക്കിക്കൊണ്ട് അയാൾ വശ്യതയോടെ പറഞ്ഞു. അവൾ പുറകോട്ട് നീങ്ങി നിന്നു. ഉടലാകെ വിറച്ച് കൊത്തിക്കീറാൻ തക്കം നോക്കുന്ന കഴുകന്മാരുടെ കണ്ണുകളെ നേരിടാനാവാതെ മുഖം താണു. അവരുടെ പുറകിൽ വേറെയും കോൺസ്റ്റബിൾമാരുണ്ട്. എല്ലാവരുടെയും നോട്ടം അവളിലേക്കാണ്. കൊച്ചെ, ദേ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ ഒരു പരാതി തന്നിട്ടുണ്ട്. മകളെ തട്ടിക്കൊണ്ടുപോയെന്നും പിന്നെ അവൻ നിന്റെ കൂടെ മറ്റ് കലാപരിപാടികളൊക്കെയായി അങ്ങ് സുഖിക്കുവാണെന്നും. അപ്പോൾ പിന്നെ ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി. അയാൾ അകത്തേക്ക് കടന്നു. വിജയൻ ശ്രീലക്ഷ്മിയുടെ അടുത്തേക്കായി വന്നു. പുന്നാര മോളെ, മര്യാദയ്ക്ക് കൂടെ വന്നു. ഇല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിന്റെ മാനം കളയും. ഒരു തെണ്ടിയും രക്ഷിക്കാൻ വരില്ല, നിന്റെ അമ്മ പോലും. അധികം ഷോയൊന്നും വേണ്ട. എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് വാ. അങ്ങനെ ഒറ്റൊരുത്തിന് മാത്രമായി നിന്നെ സുഖിക്കാൻ വിട്ടുകൊടുക്കൂല, അയാൾ പതിയെ പറഞ്ഞു. ശ്രീലക്ഷ്മി ആ വാക്കുകൾ കേട്ട് പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ ഉയർത്തി. എന്ത് ചെയ്യണം? ഒന്നും അറിയില്ല. ശ്രീയേട്ടനെ വിളിക്കണമെന്നുണ്ട്, പക്ഷേ ഫോൺ അകത്താണ്. അപ്പോൾ നമ്മൾ പോവല്ലേ? SI വീടാകെ ഒന്ന് നോക്കി. അത് കേൾക്കേണ്ട താമസം വിജയൻ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു. വെറുപ്പോടെ കൈ തട്ടി മാറ്റിയപ്പോൾ അയാൾ അവളുടെ തലമുടിയിൽ പിടുത്തമിട്ടു. മര്യാദയ്ക്ക് പറഞ്ഞാൽ അനുസരിക്കണം. ഇറങ്ങി വാടി. അങ്ങനെ ഞാൻ നിന്നെ കൂത്താടാൻ വിട്ടുകൊടുക്കില്ല. ഡോ, കയ്യാങ്കളിയൊന്നും വേണ്ട. അല്ലാതെ തന്നെ അവൾ വരും, അല്ലേ മോളെ? SI അവൾക്ക് നേരെ നടന്ന് ലാത്തി കൊണ്ട് താടിത്തുമ്പ് പിടിച്ചുയർത്തി. അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. ആഹാ, അവൻ്റെ കൂടെ ഒരു ദിവസം കിടന്നപ്പോൾ പെണ്ണിന് ഉശിരു കൂടിയല്ലോ. വിജയൻ അവളെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് ബലമായി മുന്നോട്ട് വലിച്ചു. ശ്രീലക്ഷ്മി അത് പ്രതീക്ഷിച്ചിരുന്നു. ഒറ്റ കുടയലിന് അയാളുടെ കയ്യിൽ നിന്ന് അവൾ അകന്നു മാറി. തൊട്ടുപോകരുതെന്നെ. തൊടാനുള്ള ഒരധികാരവും നിങ്ങൾക്കില്ല. ഞാൻ എങ്ങോട്ടും വരുന്നുമില്ല. ഡി പുല്ലേ, എന്നോട് തർക്കുത്തരം പറയുന്നോ നീ? അവളുടെ മുഖത്താഞ്ഞടിച്ചുകൊണ്ട് അയാൾ കൈകുടഞ്ഞു. അരഭിത്തിയിലേക്ക് ഉലഞ്ഞു വീഴുമ്പോൾ കാതിൽ തുളഞ്ഞ ബുള്ളറ്റിൻ്റെ ശബ്ദത്തിൽ അവളുടെ കണ്ണ് തിളങ്ങി. മുഖം പറഞ്ഞു പോകുന്ന വേദനയിലും അവൾ തലയുയർത്തി നോക്കി. ആശ്വാസത്തോടെ തൂണിലേക്ക് കൈ ചേർത്ത് നിന്നു. ഗേറ്റും കടന്ന് മുന്നോട്ട് വന്ന ശ്രീഹരി ബുള്ളറ്റ് നിർത്തി കീ കയ്യിൽ തിരിച്ചുകൊണ്ട് ഉടുത്തിരുന്ന കറുത്ത മുണ്ട് മാടിക്കുത്തി. അവൻ്റെ പിറകിൽ മഹേഷുമുണ്ടായിരുന്നു. ശ്രീഹരിയുടെ കണ്ണ് ആദ്യം പോയത് തൂണിൽ ചാരി നിന്ന് ഒരു കൈകൊണ്ട് മുഖം പൊത്തി നിൽക്കുന്ന ശ്രീലക്ഷ്മിയിലേക്കാണ്. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ച് തലകുടഞ്ഞു. കൂടെ ഒരു SI ഉള്ള ധൈര്യത്തിൽ വിജയൻ വീണ്ടും ശ്രീലക്ഷ്മിയുടെ കയ്യിൽ കയറി പിടിച്ചു. ചുവന്ന കുപ്പിവളകൾ ഞെരിഞ്ഞമർന്ന് പൊട്ടി. വളക്കഷ്ണങ്ങൾ കയ്യിൽ കുത്തിക്കയറി ചോര പൊടിഞ്ഞു. അവൾ വേദനയോടെ ഉറക്കെ നിലവിളിച്ചുപോയി. വീശിയടിച്ച കൊടുങ്കാറ്റ് പോലെയായിരുന്നു ശ്രീഹരിയുടെ വരവ്. വിജയൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടുമ്പോൾ ശ്രീലക്ഷ്മിയെ കൈകളിൽ ചേർത്ത് പിടിച്ചിരുന്നു. ഒരലർച്ചയോടെ അയാൾ തെറിച്ചു വീണു. കൈത്തണ്ടയിലൂടെ ഒലിച്ചു വരുന്ന രക്തം കണ്ടതും അവൻ്റെ സകല നിയന്ത്രണവും തെറ്റി. തന്നോട് ഞാനൊരു തവണ പറഞ്ഞതല്ലേടാ നായി, ഇവളെ തൊടാൻ പാടില്ലെന്ന്. ഒരു തവണ കേട്ടില്ലെങ്കിൽ പിന്നെ പറച്ചിലില്ല, പ്രവൃത്തിയേ ഉള്ളൂ. ശ്രീഹരി വീണ്ടും അയാളുടെ നെഞ്ചിൻ കൂട് നോക്കി ആഞ്ഞു ചവിട്ടി. ഒരു കുടം രക്തം വായിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു. അത് കണ്ട് ശ്രീലക്ഷ്മി കണ്ണുകൾ ഇറുക്കെ അടച്ച് അവനോട് ചേർന്ന് നിന്നു. അത് കണ്ടു നിന്ന SIക്ക് വിറഞ്ഞു കയറി. തൻ്റെ കൂടെ വന്നതാണയാൾ, എന്നിട്ടും മുന്നിലിട്ട് പട്ടിയെപ്പോലെ തല്ലുകയാണ്. ഡാ, മാറി നിൽക്കടാ. അയാൾ മുന്നോട്ട് വന്ന് ശ്രീഹരിയുടെ കോളറിൽ ബലമായി പിടിച്ചു വലിച്ചു. നിന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങിയതുകൂടിയില്ല അവൻ. ദേഷ്യം കൊണ്ട് സ്വയം മറന്നു നിൽക്കുന്നവനെ ആ പ്രവൃത്തി കൂടുതൽ പ്രകോപിപ്പിച്ചതേയുള്ളൂ. ലക്ഷ്മി, അകത്ത് പോ. വിറച്ചു നിൽക്കുന്ന ശ്രീലക്ഷ്മിയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് വളരെ ശാന്തമായി അവൻ പറഞ്ഞു.
ഇതുവരെ കേട്ട അലർച്ചയൊക്കെ ആ നാവിൽ നിന്ന് തന്നെയാണോ വന്നതെന്ന് സംശയം തോന്നും. വേണ്ട, ഞാൻ പോകില്ല. വഴക്കുണ്ടാക്കണ്ട. അവൾ നിഷേധത്തോടെ തലകുടഞ്ഞു. ഞാനായിട്ട് ഒന്നും ഉണ്ടാക്കിയതല്ലല്ലോ. വെറുതെ വലിഞ്ഞു കയറിയതല്ലേ. ചോദിച്ച് വാങ്ങിക്കുന്നതല്ലേ. അപ്പോൾ അതിന് മറുപടി കൊടുക്കണ്ടേ? അത്രേ ഉള്ളൂ. അകത്തേക്ക് ചെല്ല്, ഞാൻ വരാം. അവളുടെ ചോര പടർന്ന കൈകളിലേക്ക് വിരലോടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ അങ്ങനെ പോയാലെങ്ങനാ? ഒരു ബന്ധവുമില്ലാത്ത ഒരുത്തിയെ കൂടെ താമസിപ്പിച്ച് നീ നല്ല വരവുണ്ടാക്കുന്നുണ്ടല്ലേ? പരിഹാസം ഏറെ നിറച്ച് എസ് ഐ അത് പറഞ്ഞപ്പോൾ അകത്തേക്ക് നടങ്ങാനൊരുങ്ങിയ ശ്രീലക്ഷ്മി ഒന്ന് നിന്നു. നോട്ടം മുഴുവൻ അവനിലേക്കാണ് ചെന്നെത്തിയത്. എന്നാൽ ആ മുഖം വളരെ ശാന്തമായിരുന്നു. മാടിക്കുത്തിയ മുണ്ട് ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് മീശയും പിരിച്ച് എസ് ഐയുടെ തോളിൽ കൈ ചേർത്ത് അവൻ നിന്നു. തീക്ഷ്ണമായ നോട്ടം ചെന്നെത്തിയത് അയാളുടെ വലത്തെ കവിളിലായിരുന്നു. അയാൾ അതേസമയം തന്നെ തൻ്റെ കവിളിലായി കൈ ചേർത്തു. അപ്പോൾ കുര്യൻ സാറിനെ ഓർമ്മയുണ്ട്? മറന്നിട്ടില്ല. അല്ലെങ്കിലും ഞാൻ തരുന്ന ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരു കവിള് ഇപ്പോഴും ബാക്കിയില്ലേ? അതും പറഞ്ഞ് കൈവീശി ആഞ്ഞൊന്ന് അയാളുടെ ഇടത് കവിളിലടിച്ചു. കൂടെ വന്ന കോൺസ്റ്റബിൾമാർക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. 2 മാസങ്ങൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വച്ച് ഇതുപോലൊരെണ്ണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് വലത് കവിളിൽ ശ്രീഹരി കൊടുത്തതാണ്. തടിച്ച ശരീരഭാരം താങ്ങാനാവാതെ അയാൾ പുറകിലേക്ക് ആഞ്ഞുപോയി. അപമാനഭാരത്താലും ദേഷ്യത്താലും മുഖം ആകെ ചുവന്നു വന്നു. എനിക്കറിയാം സാർ, ഇതൊന്നും കേസാക്കൂലാന്ന്. വെറുതെ എന്തിനാ നാണം കെടാൻ നിൽക്കുന്നേ അല്ലേ? പിന്നെ ഇവളിവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ ഉപദേശിച്ച ദേവൻ മുതലാളിയോട് പറഞ്ഞേക്ക് അതിനാദ്യം ശ്രീഹരി ചാവണമെന്ന്. ഇനി എന്നെ കൊല്ലണം എന്നാണ് തോന്നുന്നെങ്കിൽ എപ്പോൾ ചാവണമെന്ന് ഞാൻ കൂടി തീരുമാനിക്കണമല്ലോ. ലക്ഷ്മി ഇവിടെ തന്നെ നിൽക്കും. ചോദിക്കാൻ ഒരു പട്ടിയും ഈ ഗേറ്റ് കടന്ന് വരണ്ട. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അവൾ ആരാ? നിന്റെ പെങ്ങളോ കാമുകിയോ ഭാര്യയോ? വായിൽ നിന്ന് ചോരയൊലിക്കുന്നുണ്ടെങ്കിലും ദേവൻ്റെ മുഖം മനസ്സിലേക്ക് വന്നപ്പോൾ വിജയൻ അതുവരെ അനുഭവിച്ച വേദനയെല്ലാം മറന്നു ചോദിച്ചു. അത് തന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നിയ കെട്ടി അങ്ങ് പൊറുപ്പിക്കും. താൻ എന്തോ ചെയ്യും? വലത് കൈകൊണ്ട് അയാളുടെ കൈത്തണ്ടയിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് ശ്രീഹരി മുറ്റത്തേക്ക് തള്ളിയിരുന്നു. സാറിപ്പോൾ ചെന്നാട്ടെ. ഇവളെ കൊണ്ടുപോകാനുള്ള വകുപ്പൊന്നും തൽക്കാലം സാറിൻ്റെ കയ്യിലില്ല. ഇവക്ക് പ്രായപൂർത്തിയായതാ. എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇവക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം വർത്താനായിട്ട് ഈ പടി കടന്ന് വന്നേക്കരുത്. പോലീസ് ഏമാനും തന്തയും. കേട്ടല്ലോ? എസ് ഐ കുര്യനെ കൂടി പുറത്തേക്ക് തള്ളിയപ്പോൾ ഒന്നും മിണ്ടാതെ നിന്ന കോൺസ്റ്റബിൾമാർ രണ്ടും തലതാഴ്ത്തി പുറത്തേക്കിറങ്ങി. മഹേഷ് കാഴ്ചയൊക്കെ കണ്ട് അപ്പൂസിൻ്റെ നിറഞ്ഞ രോമത്തിൽ തടവുകയായിരുന്നു. അവൻ വാലാട്ടിക്കൊണ്ടവന് വിധേയമായി നിന്നു. മതിലിന് ഇരുവശത്തുമുള്ള വീടുകളിൽ നിന്ന് ചില തലകളൊക്കെ ഉയർന്നും താണും ഇരിക്കുന്നുണ്ട്. ശ്രീഹരി പുറത്തേക്കിറങ്ങി ചുറ്റുമൊന്ന് നോക്കിയപ്പോൾ സെക്കൻഡ് വെച്ച് അവയെല്ലാം അപ്രത്യക്ഷമായി. കോൺസ്റ്റബിൾമാർ താങ്ങിപ്പിടിച്ചാണ് വിജയനെ ജീപ്പിനകത്ത് കയറ്റിയത്. പോകുന്ന പോക്കിൽ കുര്യനും വിജയനും ഒന്ന് തിരിഞ്ഞു നോക്കി. കാര്യം സാധിക്കാനായി കുര്യൻ ദേവൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ നേരത്തെ വാങ്ങിയതാണ്. ശ്രീഹരി ഇല്ലാത്ത സമയം നോക്കിയാണ് ആ വീട്ടിൽ വന്നത് തന്നെ. അവൻ ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. 2 പേർക്കും ദേവനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ആലോചിച്ച് ശരിക്കും ഭയം തോന്നി. ഒരൊറ്റക്കൊമ്പനെ പോലെ ശ്രീലക്ഷ്മിക്ക് മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ അവർ തിരിച്ചുപോയി. അവർ പോയതും ശ്രീഹരി ലക്ഷ്മിയുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. ഇന്നലെ പൊള്ളിയ അതേ കൈക്ക് തന്നെയാണ് വളക്കഷ്ണം കൊണ്ട് മുറിവേറ്റിരിക്കുന്നത്. ആഴത്തിലുള്ള മുറിവായിരുന്നില്ല. എങ്കിലും അവൾക്ക് നന്നായി വേദനിച്ചിരുന്നു. അത്രയും ശ്രദ്ധയോടെയാണ് ശ്രീഹരി അവളുടെ കൈ കഴുകിയതും മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്തതും. അപ്പോഴൊക്കെ തുളുമ്പു നിന്ന കണ്ണുനീർ പുറത്തേക്ക് ഒഴുകാൻ അനുവദിക്കാതെ അവൾ പിടിച്ചു നിന്നു. ഇന്നും പനിക്കോ? അവൻ്റെ കുസൃതിയോടെയുള്ള ചോദ്യം കേട്ട് അവൾ അമ്പരന്ന് നോക്കി. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ മുഖത്ത് ഒട്ടും തന്നെ കൂസലില്ലായിരുന്നു. എന്നെ ഏതെങ്കിലും ഹോസ്റ്റൽ കൊണ്ട് ചേർക്കാവോ? ഞാനിവിടെ നിന്ന പ്രശ്നങ്ങളെ ഉണ്ടാവൂ. വെറുതെ എന്തിനാ ശ്രീയേട്ടൻ? ആർക്കോ വേണ്ടി? പുറത്തേക്ക് വന്ന ഗദ്ഗതത്തിൽ പറയാൻ വന്നവ തടഞ്ഞു നിന്നു. ഒരു വേള ശ്രീഹരി മുഖമുയർത്തി അവളെ രൂക്ഷമായി നോക്കി. ആർക്കോ വേണ്ടി എന്ന പ്രയോഗം അവൻ ഒട്ടും ഇഷ്ടമായില്ല. ഉള്ളിൽ നിറഞ്ഞു നിന്ന ദേഷ്യം ഒതുക്കിക്കൊണ്ട് അവൻ മുഷ്ടി ചുരുട്ടി.
ഹോസ്റ്റലിൽ പോയാൽ അവർ അവിടെ വരില്ലെന്ന് എന്താ ഉറപ്പ്? അതോ നിനക്ക് അയാളുടെ കൂടെ പോണെന്ന് ആഗ്രഹമുണ്ടോ? അരുതാത്തതെന്തോ കേട്ട പോലെ ശ്രീലക്ഷ്മി വിതുമ്പിപ്പോയി. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ കാരണം എനിക്ക് എന്താ വേണ്ടതെന്നറിയില്ല. അതുകൊണ്ടാ. അവൾ 2 കൈക്കുള്ളിലുമായി മുഖം ഒളിപ്പിച്ച് ഏങ്ങലടിച്ചു. ബലമായി അവളുടെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് വീങ്ങി വന്ന കവിളിലേക്ക് വിരലോടിച്ചു. പൊള്ളിപ്പിടഞ്ഞതുപോലെ അവൾ പുറകോട്ട് ചാഞ്ഞു. അവൻ്റെ മുഖത്താവട്ടെ യാതൊരു ഭാവഭേദവുമില്ല. അവൻ്റെ കൈകളിലെ തണുപ്പ് തൻ്റെ ശരീരത്തെ ചൂടുപിടിപ്പിക്കുകയാണോ ചെയ്യുന്നതെന്ന് അവൾക്ക് സംശയം തോന്നി. ആ തോന്നൽ തന്നെ അവളിൽ വിറയലുണ്ടാക്കി. കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൾ ചുണ്ടുകടിച്ചു. എന്താ, വല്ലാതെ വേദനിക്കുന്നുണ്ടോ? അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ മാറ്റങ്ങളിലേക്കും മിഴി ചേർത്തുകൊണ്ടവൻ പതിയെ ചോദിച്ചു. ഉണ്ടെന്ന് പറയാനാണ് അവൾക്ക് തോന്നിയത്. ചെറുതായി തലയാട്ടിക്കൊണ്ട് തൻ്റെ വിറയലിനെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. എന്തെന്നെ വിളിക്കാഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ ആര് വന്നാലും വാതിൽ തുറക്കണ്ടെന്ന്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണമെന്ന്. അവൻ്റെ ശബ്ദത്തിൽ വേദനയും പരിഭവവും കലർന്നിരുന്നു എന്ന് അവൾക്ക് തോന്നാതിരുന്നില്ല. ഞാൻ ആദ്യം വാതിൽ തുറക്കണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷേ എന്തോ പേടി തോന്നി. അവരെ കണ്ടപ്പോൾ പിന്നെ റൂമിലേക്ക് പോകാനും പറ്റിയില്ല. ഫോൺ റൂമിലായിരുന്നു. അതാ വിളിക്കാൻ പറ്റാഞ്ഞത്. അവൻ അപ്പോഴും തൻ്റെ വിരലുകൾ കൊണ്ട് ചുവന്നു വന്ന കവിളിലേക്ക് തടവുകയായിരുന്നു. ഇടുപ്പിൻ്റെ മടക്കുകളിലൂടെയും മാറിൻ്റെ ചുഴികളിലൂടെയും വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങിപ്പോകുന്നത് ശ്രീലക്ഷ്മി അറിഞ്ഞു. അവൾക്ക് അവിടെ നിന്ന് ഓടിപ്പോകണമെന്ന് തോന്നി. പക്ഷെ എങ്ങോട്ട് പോകും?